ആറാട്ടുപുഴ പൂരത്തിനുള്ള കൈപ്പന്തങ്ങൾ ഒരുങ്ങി. 2 വീതം ഒറ്റപ്പന്തങ്ങളും മുപ്പന്തങ്ങളും 18 ആറുനാഴി പന്തങ്ങളുമാണ് ആദ്യഘട്ടത്തിൽ മുല്ലമുട്ടിന്റെ ആകൃതിയിൽ ചുറ്റി തയ്യാറാക്കിയിട്ടുള്ളത്. ആറാട്ടുപുഴ ശാസ്താവിന്റെ തിരുവാതിരവിളക്കിനാണ് ആദ്യമായി പന്തം കത്തിക്കുന്നത്. തുടർന്ന് പെരുവനം പൂരം, ആറാട്ടുപുഴ തറയ്ക്കൽ പൂരം, ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിലും പന്തം കത്തിക്കും. ഓരോ എഴുന്നള്ളിപ്പ് കഴിയുംതോറും പന്തങ്ങൾ വീണ്ടും ചുറ്റി തയ്യാറാക്കും. ശാസ്താവ് എഴുന്നള്ളുമ്പോൾ തിരുമുമ്പിൽ ഒറ്റപ്പന്തവും അതിനു പിന്നിലായി മുപ്പന്തവും, മുപ്പന്തത്തിന് ഇരുവശങ്ങളിലും 6 നാഴിപ്പന്തങ്ങളുമാണ് പിടിക്കുക. ഓടിൽ തീർത്ത പന്തത്തിന്റെ നാഴികൾ ഓരോ വർഷവും പോളിഷ് ചെയ്യും. മനോഹരമായി പന്തങ്ങൾ ചുറ്റുന്നതിനായി ഒരു നാഴിക്ക് 1/2 കിലോ തുണി വേണ്ടിവരും. ഇതിനായി തിരുപ്പൂരിൽ നിന്നും കൊണ്ടുവന്ന 200 കിലോ തുണി മന്ദാരക്കടവിൽ വെച്ച് പുഴുങ്ങി അലക്കി ഉണക്കി ഒരുക്കിയിട്ടുണ്ട്. 6 നാഴി പന്തം 3 മണിക്കൂർ കത്തണമെങ്കിൽ 15 കിലോ വെളിച്ചെണ്ണ വേണ്ടിവരും. എഴുന്നള്ളിപ്പ് സമയത്ത് 20 മിനിറ്റ് കൂടുമ്പോൾ പന്തം വെളിച്ചെണ്ണയിൽ നനച്ചുകൊണ്ടിരിക്കും. ഇലക്ട്രിസിറ്റി സാർവത്രികമാകുന്നതിന് മുമ്പ് കൈപ്പന്തത്തിന്റെ പ്രകാശത്തിലാണ് പൂരം നടത്തി വന്നിരുന്നത്. കോലവും തിടമ്പും ആനച്ചമയങ്ങളും മറ്റും കൂടുതൽ ശോഭയോടെയും തിളക്കത്തോടെയും ദർശിക്കുന്നതിനു വേണ്ടിയാണ് പന്തങ്ങൾ വെളിച്ചെണ്ണയിൽ കത്തിക്കുന്നത്. ഊരകം MS ഭരതന്റെ നേതൃത്വത്തിൽ കുട്ടൻ, ശശി, കുട്ടപ്പൻ, രാജൻ എന്നിവരാണ് കൈപ്പന്തങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. TCV തൃശൂർ.